ഹായ് ഗായ്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഔട്ടിംഗ് വീഡിയോ ആണ്. പക്ഷെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നീലു ബേബി ഇല്ല, രോഹിതേനുമില്ല. പകരം ശ്രദ്ധയാണ് ഇന്ന് കൂടെ ഉള്ളത്. ഞങ്ങളിതേ പോകുന്നത് ലുലു മോളിലേക്കാണ്. ലുലു മോളിൽ പോകുന്ന വേറൊന്നുമല്ല, അവിടുത്തെ ഫണ്ടൂരയിൽ ഒന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. കുറേ നാളായി ഫണ്ടൂരയിലൊക്കെ പോയി. നീലു ബേബി കുഞ്ഞല്ലേ, അവൾക്ക് ഇപ്പോൾ അവനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളിതിന് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ വന്നപ്പോൾ ഫണ്ടൂരൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടായി. നീലുവിന് വേണ്ടി എടുത്തു. പക്ഷെ നീലു ബേബി എന്തോ അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അവൾക്ക് ഇപ്പോഴും നടക്കണം, ഓടണം, അതിനോടാണ് താല്പര്യം. പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ ഒരു സംഭവം നോക്കി വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചന്ന് വീട്ടിലോട്ട് വന്നത്. സൺഡേ ആവട്ടെ, നീലു ഇല്ലാണ്ട് വരാം, വന്നിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്ന് ഈ വീക്കെൻഡ് ഇറങ്ങിയത്. നീലു ബേബിനെ കൊണ്ടുവരാത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അവളില്ലാതെ ഞാൻ അങ്ങനെ പുറത്ത് പോകുന്നത് ചിലപ്പോൾ ആദ്യമായിരിക്കും. അങ്ങനെ എന്താണെന്ന് കണ്ടേ കയറാൻ വന്ന സംഭവം ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അമ്മേ, ഇതിൻ്റെ ഉള്ളിൽ ഫോൺ കയറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ എങ്ങനെയാണെന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എടുക്കാമായിരുന്നു, പക്ഷെ അത് താഴെ പോവും, ഇങ്ങനെ കൈ നിൽക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കണം വെച്ചാൽ പുറത്ത് വെച്ചിട്ടാണ്. അത് കയറിയതിൻ്റെ ഒരു ആഘാതം മാറ്റാൻ ഞങ്ങളുടെ പുറത്ത് ഫ്രൂട്ട് ബീൻ 2 ജ്യൂസൊക്കെ വാങ്ങി നൈസായിട്ട് പോയി കുടിക്കുക. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് മരണം കണ്ട് തിരിച്ചു വന്നതിന്റെ ഗ്ലോ. മരണം മുന്നിൽ പതറാതെ പിടിച്ചു നിന്ന. അങ്ങനെ കുറച്ച് നേരം അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ കത്തി വെച്ച് അതിൻ്റെ ഉള്ളിൽ കയറി എക്സ്പീരിയൻസ് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച ശേഷം ഞങ്ങൾ വെറുതെ റണ്ടിയിലേക്ക് കയറി ഒരു റൗണ്ടൊക്കെ അടിച്ചതേ. പിന്നെ മിറർ കണ്ട ഞങ്ങൾ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കാണിക്കുന്ന കണ്ട് കുറേ ആൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. അത് വിട്ടിട്ട് ഇവർ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടെന്ന്. പിന്നെ അത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി. അവിടെ നേരെ പ്ലമ്മിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്, പ്ലം കോസ്മെറ്റിക്സ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ ലുലുലൊന്ന് നമ്മൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാണ്ട് പോകാൻ പാടില്ല, അതാണല്ലോ. പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്, അതായത് രോഹിത്തേട്ടന് ചാലഞ്ച് ചെയ്യാൻ കാന്താരി മുളക് ഉപ്പിലിട്ടത് വാങ്ങി പുറത്തിറങ്ങി. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു, ബ്ലോക്കും. ഒരു വിധത്തിൽ ഊബർ കിട്ടണുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം പോസ്റ്റായി. ലാസ്റ്റ് ഒരു ഊബർ കിട്ടി എന്ന് പറയാം, പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാ പാട്. അപ്പം ഇതാണ് ഇന്നത്തെ